ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ആദ്യം മുതൽ നമുക്ക് കാണാം. ഇങ്ങനെ ഒരു ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്നും ഇതേപോലെ തന്നെ വയ്ക്കും. അത്രയ്ക്കും ടേസ്റ്റുമാണ്, നമുക്ക് വയ്ക്കുവാനൊക്കെ ആണെങ്കിലും എളുപ്പവുമാണ് കേട്ടോ. നമ്മൾ ചിക്കൻ വറക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും അതിന് നന്നായിട്ട് ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കണം. അപ്പം നമ്മളൊരു 4-5 മണിക്കൂറെങ്കിലും അതിൽ മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. അപ്പോൾ ചിക്കനും മീനും ഒക്കെ വറക്കുന്നതിൻ്റെ മസാല പുരട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പം ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മീനും വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം ചിക്കന് ചേർക്കാനുള്ള മസാലകളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ ഓരോന്നായി കാണിക്കാം. ഞാൻ 2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാശ്മീരി പൗഡർ 2 സ്പൂണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതും 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി അല്പം ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കും. ഇവിടെ ഞാൻ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള മസാലക്കൂട്ടാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കി ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്ത് വറക്കുകയോ കറി വയ്ക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 കൂടെ ഒന്നിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നുകിൽ നാരങ്ങ നീര് അല്ലെന്നുണ്ടെങ്കിൽ വിനീഗർ, ഇതിലേതെങ്കിലും നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് കഴിഞ്ഞപ്പോൾ മിക്സിയിലുള്ള ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച്, ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് നമുക്ക് നന്നായിട്ട് അതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നല്ല വലിയൊരു സ്പൂണിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. അപ്പം നമ്മൾ ചിക്കനെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ മാറ്റണം കേട്ടോ, നമ്മൾ ഈ മസാല പുരട്ടുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടെ ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. എങ്കിലും ഇത് കുറേ മണിക്കൂറുകൾ ഇരിക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഇതെല്ലാം പുരട്ടി നമ്മൾ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്ത് നമുക്ക് ഫ്രീസറിലെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫിഷ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിൽ ചിക്കൻ മസാല ചേർത്തിട്ടില്ല, ബാക്കിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത് ചിക്കൻ പുരട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ പാത്രങ്ങളിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കുറേശ്ശെ നമുക്ക് കുട്ടികൾക്കൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടാം ഫ്രീസറിലാക്കിയതിന് ശേഷം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഇനി ഉണ്ടാക്കുന്നില്ല, ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ രാവിലെ എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ ആയി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നല്ല സവാള ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് വഴറ്റുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇളക്കി. അപ്പം ഞാനിവിടെ 2 കിലോ ചിക്കനാണ് വാങ്ങിച്ചിരുന്നത്. അതിൽ നിന്നും കുറച്ച് പീസുകളെടുത്ത് വറക്കാനായിട്ട് ലെഗ് പീസും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പുരട്ടി വെച്ചപ്പം ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ കുറച്ചും കൂടെ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം അതിൽ ചേർത്തിട്ടുണ്ടല്ലോ. നമ്മൾ ചിക്കനകത്തിൽ എല്ലാ മസാലകളും അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ സവാളയും പച്ചമുളകും നന്നായിട്ട് വഴന്ന് വന്ന സമയത്ത് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, ഉപ്പൊന്നും ചേർക്കേണ്ട, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മൾ തിളച്ച വെള്ളം ഇതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളിപ്പഴം കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രേവി എത്ര വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കാരണം ചിക്കനിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം ഊർന്നു വരുമല്ലോ.
അപ്പം ഞാൻ ആവശ്യത്തിന് എനിക്ക് ഗ്രേവി വേണ്ടതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിയിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും കുറച്ച് മല്ലിയിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ വേണമെന്ന് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചിക്കൻ കറി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ, സീ യു.